Hey all, welcome to Impulse. So നമ്മൾ നോക്കാൻ പോകുന്ന ഫിസിക്കൽ ചേഞ്ചസ് ഇൻ അഡോളസെൻസ് ആൻഡ് കോഗ്നേറ്റീവ് ചേഞ്ചസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് എന്താണ് അഡോളസെൻസ് എന്ന് അറിയണം. അഡോളസെൻസ് എന്ന് വെച്ചാൽ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ് ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്ക്. അതായത് ഒരു മാൻലി അല്ലെങ്കിൽ ഒരു ഫീമെയിൽ, ഒരു പ്രോപ്പർ ഫീമെയിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു ഏജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ പ്യൂബർട്ടിയിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു അഡൾട്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി ഈവൻ ബയോളജിക്കലി ആൻഡ് ഫിസിക്കലി മെൻ്റലി ഒക്കെ നമ്മൾ മാറുകയാണ് ചെയ്യുക. 10 മുതൽ 19 വയസ്സ് വരെയാണ് യൂഷ്വലി റേഞ്ച് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ബയോളജിക്കൽ, ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ചേഞ്ചസ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ പ്യൂബർട്ടിയുടെ ഡെഫിനേഷൻ പറയുവാണെങ്കിൽ, പ്യൂബർട്ടി ഈസ് എ ബയോളജിക്കൽ പ്രോസസ് where a child body mature into an adult body capable of reproduction and triggered by hormonal change initiated by hypothalamus, pituitary, gonadal and HPG axis. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് ഒരാൾ വളർന്നു അല്ലെങ്കിൽ ഒരാൾ അഡൽട്ട്ഹുഡിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ എപ്പോഴാണോ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവുക, അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക, അവർ അഡൾട്ടായി എന്ന് പറയാം കേട്ടോ. സോ അവിടെയാണ് HPG അല്ലെങ്കിൽ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, ഗൊണാഡൽ എത്രത്തോളമാണ് ഹോർമോണിൻ്റെ കേസുകളിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റേജ് ഓഫ് പുബർട്ടി ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രീ പ്യൂബിസൻ ആൻഡ് പ്യൂബിസിൻ ആൻഡ് പോസ്റ്റ് പ്യൂബിസൻസ് ആണ്. സോ പ്രീ പ്യൂബിസൻസ് നോക്കുവാണെങ്കിൽ ഹോർമോൺ ചേഞ്ച് സ്റ്റാർട്ട്, ഫിസിക്കൽ സൈൻസ് ആർ നോട്ട് യെറ്റ് വിസിബിൾ. ഹോർമോൺ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ, പുറത്തൊന്നും അങ്ങനെ കാണാനായിട്ട് പറ്റില്ല. രണ്ടാമത് പറയുവാണെങ്കിൽ പ്യൂബിസൻസ് ആണ്. ഇവിടെയാണ് റാപ്പിഡ് ഫിസിക്കൽ ചേഞ്ച് ഉണ്ടാവുക. അതായത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ഹെയർ വളരുക, താടി വളരുക, മീശ വളരുക, കട്ടിയുള്ള മുടികൾ വരിക, ഇതൊക്കെ നോർമലിൻ്റെ ഭാഗമാണ്. ആൻഡ് മോക്കുരു വരിക, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ആൻഡ് പോസ്റ്റ് പ്യൂബിസൻസ് ആണെങ്കിൽ ഫൈനൽ മെച്ചുറേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ. പിന്നെ ലാസ്റ്റ് സ്റ്റേജിലാണ് എന്ത്, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് കൂടുതലായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഗ്രോത്ത് സ്പേർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ടൈമിംഗ് ഒക്കെ എർലി ഇൻ ഗേൾസ് 10 to 12 years ദാൻ ബോയ്സ് 12 to 14 years. പെൺകുട്ടികളിൽ എപ്പോഴും നേരത്തെ ആയിരിക്കും അവരുടെ ഗ്രോത്ത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. സഡനായിട്ട് ഹൈറ്റ് വെക്കുക, വെയിറ്റ് വെക്കുക, ഷോർട്ടൺ പീരീഡ് കൊണ്ട് തന്നെ. ആൻഡ് പീക്ക് ഹൈ വെലോസിറ്റി, അത് PHV എന്ന് പറയും. അവിടെ നമുക്ക് മാക്സിമം ആയിട്ടുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് സാച്ചുറേറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ബോഡി പാർട്സ് ഒക്കെ പെട്ടെന്ന് വളരും. ഹാൻഡ്, ഫീറ്റ്, പിന്നെ ആം, ലെഗ്, ട്രങ്ക്, അങ്ങനെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഓരോ ഭാഗങ്ങൾ, ഇപ്പോൾ കൈയായാലും കാലായാലും ഒക്കെ പെട്ടെന്ന് വളർന്ന് മാറിക്കൊണ്ട് ഇരിക്കും എന്നുള്ളതാണ്. ആൻഡ് ചേഞ്ചസ് ഇൻ ബോഡി, സോ മസിൽ മാസ് എപ്പോഴും ചേഞ്ച് ഉണ്ടായിരിക്കും. അത് ബോഡി ഫാറ്റ് കൂടുക, ഹിപ്സ്, ബ്രസ്റ്റ്, ടൈറ്റ്സ് ഒക്കെ വരിക എന്നുള്ളതാണ് ഗേൾസുകളിൽ. ബോയ്സിലാണെങ്കിൽ ബോഡി ഫാറ്റ് കുറയും ആൻഡ് ലീൻ മാസ് കൂടും എന്നുള്ളതാണ്. ഇത്രയുള്ള കാര്യങ്ങളൊക്കെയാണ് ബോഡി കമ്പോസിഷനിൽ കൂടുതലായിട്ട് വരിക. ഇനി സെക്ഷൽ മെച്ചുറേഷനിൽ പറയുവാണെങ്കിൽ പ്രൈമറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് ലൈക്ക് ഓവറീസ്, ടെസ്റ്റീസ്, യൂട്രസ്, പെനിസ് ഒക്കെ വളരും എന്നുള്ളതാണ്. ഗേൾസ് ആണെങ്കിൽ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ആയിട്ടുള്ള മെനാർക്കി സ്റ്റാർട്ട് ചെയ്യും അറൗണ്ട് 12 മുതൽ 13 വയസ്സിലായിരിക്കും. ബോയ്സിനാണെങ്കിൽ ഫസ്റ്റ് എജാക്കുലേഷൻ, അത് 13 മുതൽ 14 വയസ്സിൽ തന്നെ സ്പെർമാഷ് അല്ലെങ്കിൽ ഫസ്റ്റ് എജാക്കുലേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ബ്രസ്റ്റ് വളരുക, പ്യൂബിക് ഹെയർ വരിക, വോയിസ് ഡീപ്പർ ആവുക, ഹാർഡർ ആവുക ആൻഡ് ഫേഷ്യൽ ഹെയർസ് ബോയ്സുകളിൽ വരിക എന്നുള്ളതൊക്കെയാണ് നോർമലി ഉണ്ടാവുന്നത്. പിന്നെ ടീനേജ് സ്റ്റേജ് ഉണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സ്റ്റേജായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലാണ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, ജെനിറ്റൽ ഡെവലപ്മെൻറ്റ്, പ്യൂബിക് ഹെയർ ഗ്രോത്ത് ഒക്കെ കവറായി വരുന്നത് കേട്ടോ. സോ നമുക്കത് പിന്നെ ഫർദർലി നമുക്ക് നോക്കാം. ഇപ്പം മനസ്സിലാക്കേണ്ടത് ഫിസിക്കലും ഉണ്ട്. ഫിസിക്കൽ ഗ്രോത്ത് ആണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. ഫിസിക്കലും ഹോർമോണലും ഒക്കെയാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക മോർ ദാൻ ബയോളജിക്കൽ കേട്ടോ. ആ ഒരു മൈൻഡ് സെറ്റിൽ വെച്ചിരിക്കുക. ഇനി ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പറയുവാണെങ്കിൽ പ്രിഫോണ്ടൽ കോർട്ടക്സ്, അതായത് ലാസ്റ്റ് ടു മെച്യൂർ, ഡിസിഷൻ മേക്കിംഗ്, ഇമ്പൾസ് കൺട്രോൾ, റീസണിങ് ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് പ്രിഫോണ്ടൽ കോർട്ടക്സ് ആണ്. ആൻഡ് ലിംഫിക് സിസ്റ്റം ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ഇമോഷൻ, റിവാർഡൊക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇമ്പൾസീവ് ആയിരിക്കും, പെട്ടെന്ന് ഇമ്മച്യൂർ എക്സിക്യൂട്ടീവ് കൺട്രോൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജുകളും നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ബേസിക് കാര്യമാണ്. നിങ്ങൾ എങ്ങനെ വളർന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം എഴുതാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഹോർമോൺ ചേഞ്ച് ആണെങ്കിൽ GnRH, അതായത് ഗൊണാഡോട്രോപ്പിൻ റിലീസ് ഹോർമോൺസ് ആണ്. അവിടെ ലൂട്ടനൈസിങ് ഹോർമോൺ, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണൊക്കെ റിലീസ് ചെയ്യും. സോ ലൂട്ടനൈസിങ് ഹോർമോണൊക്കെ നമ്മളെ മെൻസ്ട്രേഷന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫോളിക്കൽ സ്റ്റിമുലേഷൻ ആണെങ്കിൽ ഗേൾസിലെ ഫോളിക്കിൾസ്, അതായത്
നമ്മുടെ യൂട്രസിനകത്ത് നമുക്ക് ഓവം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഗേൾസിലാണെങ്കിൽ ഈസ്ട്രോജൻ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റും മെൻസ്ട്രേഷൻ സൈക്കിളിനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബോയ്സിൽ ടെസ്റ്റോസ്റ്ററോൺ ആണെങ്കിൽ മസിൽ ഗ്രോത്ത് ഉണ്ടാവുക, ഡീപ്പർ വോയിസ്, ഫേഷ്യൽ ഹെയർസ് ഒക്കെ വളരുന്നത് ടെസ്റ്റോസ്റ്ററോൺ കാരണമാണ്. ഇനി സ്കിൻസ് ആൻഡ് ഗ്ലാൻഡുലർ ചേഞ്ചസ് ആണ്. ഇൻക്രീസ്ഡ് ഓയിൽ ഗ്ലാൻഡ് ആക്ടിവിറ്റി, അത് നമ്മളെ ബോഡിയിൽ ഒരുപാട് ഓയിൽ കൂടുമ്പം ആക്നെ ഉണ്ടാവുകയും, സ്വെറ്റ് ഗ്ലാൻഡ് ആണെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് ബോഡി ഓർഡറിൽ മാറ്റം ഉണ്ടാവും. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലല്ല, വലുതായിട്ടിരിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. ആൻഡ് ഹെയർ ഗ്രോത്തും ഇൻ ആംപിറ്റ്സ് ആൻഡ് പ്യൂബിക് ഏരിയ, ഇവിടെയൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഇനി ഫിസിയോളജിക്കൽ എഫക്റ്റ് ഓഫ് ഫിസിക്കൽ ചേഞ്ച് പറയുവാണെങ്കിൽ ബോഡി ഇമേജ് ഇഷ്യൂ. സോ അതായത് സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയിട്ട് കൂടുതൽ അവെയർ ആവുക, സ്വന്തം ബോഡി ഇച്ചിരി കൂടെ ഇപ്പോൾ ശരിയാക്കണം, അങ്ങനെയൊക്കെ ഒരു സൈക്കോളജിക്കൽ ചേഞ്ചസ് വരും. മെച്ചുറേഷൻ ഗേളിലും ലേറ്റ് മെച്ചുറേഷൻ ഗേളിലും ഡിസ്സാറ്റിസ്ഫാക്ഷൻ, അത് അവർ തന്നെ ചിലപ്പോൾ പറയാറുണ്ട്, എനിക്ക് ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് അത്ര ഇല്ല, മറ്റുള്ള കുട്ടികളെ പോലെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ചെറുതാണ്, ഷോർട്ടാണ്. കാര്യം എല്ലാ പേർക്കും ഓരോ രീതിയിലാണ് അവരുടെ ബോഡിയിൽ ഹോർമോൺസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഹോർമോണൊക്കെ കാണിക്കുക. പക്ഷേ അത് കുട്ടികൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണിക്കും എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ഐഡൻറ്റിറ്റി ഡെവലപ്മെൻ്റ് ആണ്. ഇവിടെയാണ് സെൽഫ് ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻസ് ഒക്കെ കൂടുതൽ ഫിസിക്കൽ മെച്ചുറേഷൻ ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് കുട്ടികൾ അവർക്ക് തന്നെ കൂടുതലായിട്ട് അവരൊരു പുരുഷനാണ്, അവരൊരു സ്ത്രീയാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് മാറും. മൂഡ് സ്വിങ്സ് ഒരുപാടുണ്ടാകും. കാര്യം ഹോർമോൺസാണ് നമ്മളെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയാണ്. ആ സമയത്ത് ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഇമോഷണലി ഇൻസ്റ്റേബിൾ ആവുക, ഇറിറ്റബിൾ ആകുക, ഈവൻ പെട്ടെന്ന് സെൻസിറ്റീവ് ആവുക എന്നുള്ള കേസുകളിലൊക്കെ എപ്പോഴും സ്ത്രീകളിലും പുരുഷന്മാരിലും, അതായത് പെൺകുട്ടികളിലും ആൺകുട്ടികളിലും കാണാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റിസ്ക് ബിഹേവിയർ ആണ്. എയർലി പ്യൂബർട്ടി ലിങ്ക് ടു എയർലി ഇനിഷ്യേഷൻ ഓഫ് സബ്സ്റ്റൻസ് യൂസ്, സെക്ഷൽ ആക്ടിവിറ്റി ആൻഡ് ഡെലിക്വൻസി. സോ ഇവിടെ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, അത് സെക്ഷൽ ഓർഗൻസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് വന്നു അവർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുതൽ എന്ത് ചെയ്യും, അവർ അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോഴാണ് സെക്ഷൽ ക്യാരക്ടേഴ്സ് കൂടുതൽ എൻഹാൻസ് ആവുകയും അവർക്ക് സെക്ഷൽ ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെടുക ആൻഡ് സബ്സ്റ്റൻസൊക്കെ യൂസ് ചെയ്യാൻ വരിക എന്നുള്ളതാണ്. ഇനി ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. അവിടെ ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ ജെനറ്റിക്സ് എപ്പോഴും പ്യൂബർട്ടീനെ ഒരു ബാധകമാണ്. അച്ഛനമ്മയ്ക്കൊക്കെ പെട്ടെന്ന് മെച്ചുറേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കും അത് കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഫാമിലി ഹിസ്റ്ററി, ഈവൻ ലേറ്റ് മെച്ചുറേഷനൊക്കെ അവരുടെ ഇൻഡിവിജ്വൽ പാറ്റേണിന് മാറിക്കൊണ്ടിരിക്കും. ന്യൂട്രീഷൻ ആണെങ്കിൽ മാൽന്യൂട്രീഷൻ ഉറപ്പായിട്ടും പ്യൂബർട്ടിയെ ബാധിക്കും. ഒബീസിറ്റി ആണെങ്കിൽ അത് മെൻസ്ട്രേഷനെ ബാധിക്കും. ക്രോണിക് ഇൽനെസ് ആണെങ്കിൽ ലൈക്ക് ഡയബറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എന്തായാലും ബാധിക്കും എന്നുള്ളതാണ്. എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ കെമിക്കൽസുകൾ അല്ലെങ്കിൽ സോഷ്യോ ഇമോഷണൽ എൻവയോൺമെൻറ്റൊക്കെ ഒരുപാട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ പോകുമ്പോൾ ഈ കൊച്ചെന്താ ലീനായി പോയത്, ഈ കൊച്ചെന്താ തടിച്ചു പോയെന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ഇൻ അഡോളസൻസ്. സോ എയർലി മെച്ചുറേഷൻ, ചില കുട്ടികളിലൊക്കെ പെട്ടെന്ന് എയർലി മെച്ചുറേഷൻ കാണിക്കാറുണ്ട്. അത് ഈവൻ ചില കുട്ടികളൊക്കെ 7 വയസ്സിലും 8 വയസ്സിലൊക്കെ അവർ മെച്ചുറേഷൻ കാണിക്കാറുണ്ട്. മെൻസിൽ നമുക്ക് അങ്ങനെ വിസിബിളായിട്ട് അറിയാൻ പറ്റത്തില്ല. കാര്യം എപ്പോഴും മെന്നുകളിൽ അല്ലെങ്കിൽ ആൺകുട്ടികളിലൊക്കെ അവർ സ്വന്തമായിട്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അവർ മെച്ചുവർ ആയി എന്ന് പറയുന്നത് അവർ സ്വന്തമായിരിക്കും. പക്ഷേ ഫീമെയിൽസിൽ അങ്ങനെയല്ല, ഒരു പുറത്തേക്ക്, അതായത് അവർ മെച്ചുവർ ആയി എന്നുള്ളത് വിസിബിൾ ആവുന്ന രീതിയിലാണ് അവർക്ക് ഉള്ളത്. ഇനി ഗേൾസ് ആണെങ്കിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, എയർലി സെക്ഷൽ ആക്ടിവിറ്റി കാണിക്കും. ബോയ്സിലാണെങ്കിൽ ദേഷ്യം കാണിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ലേറ്റ് മെച്ചുറേഷനിൽ പറയുവാണെങ്കിൽ ബോയ്സിൽ സെൽഫ് എസ്റ്റീം കുറഞ്ഞു വരും. ആൻഡ് ഗേൾസ് കൂടുതൽ പോസിറ്റീവ് ആവുന്നു. അത് ലോങ് ടേമിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതൊക്കെ സൈക്കോളജിക്കലാണ്. സോ അത് നമുക്ക് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഫീമെയിൽസിൻ്റെ ബോഡിയിൽ കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും വിസിബിൾ ആയിരിക്കും. അപ്പം ഈ ഒരു ഭാഗം അഡോളസൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഫീമെയിലെ സംബന്ധിച്ച് ഭയങ്കര ക്രൂഷ്യലാണ്. കാര്യം അവരുടെ ബോഡി അവർ പ്രിപ്പയർ ചെയ്ത് വരുന്ന സമയമാണ്. റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസൊക്കെ ഹൈലി കൂടി വരുന്ന സമയമാണ്. ആൻഡ് ഇൻവിസിബിൾ ചേഞ്ചസ് ഇൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. സോ ഇത് എന്തൊക്കെ കാര്യങ്ങളാണ്, റീപ്രൊഡക്റ്റീവ് ഓർഗൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഭാഗമാണ്. സോ ഓവറീസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൽമണ്ട് ഷേപ്പിലാണ് ഓവറീസ് ഉള്ളത്. സോ ബേസിക്കലി നമുക്ക് ഇവിടെ ഇങ്ങനെ ഓവറീസ് ഉണ്ടായിരിക്കും. സോ അത് ലീഡ്സ് ടു യൂട്രസ് ആണ് ആൻഡ് ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓവറീസ് എന്ന് പറയുക. റീപ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂട്രസുമായി ബന്ധമുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, ഓവം പ്രൊഡ്യൂസ് ചെയ്യും. ഓവം വന്ന് യൂട്രസിൽ അറ്റാച്ച് ചെയ്യുകയും ചെയ്യുന്നു.
അപ്പം ഇവിടെയാണ് നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ എഗ്ഗിൻ്റെ മോട്ടിലിറ്റിക്ക് വേണ്ടിയും മെച്ചുറേഷന് വേണ്ടിയും ഓവുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, സ്പേമും കൂടെ വന്നു കഴിഞ്ഞതിന് ശേഷം മെച്ചുറേഷൻ നടക്കുകയാണ് ചെയ്യേണ്ടായിരിക്കുക. സോ നമ്മൾ ഈ ഒരു എഗ്ഗ് എന്ന് പറയുന്നത് നമ്മൾ ഓവ, അല്ലെങ്കിൽ ഈ ഓവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഓവ എന്ന് പറയും. ഇത് നമ്മൾ ജനിക്കുമ്പോഴേ സ്ത്രീകളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പുരുഷന്മാർക്ക് അങ്ങനെയല്ല, സ്പേം ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഒരു പ്രായം കഴിയുമ്പോൾ. രണ്ടും രണ്ട് രീതിയിലാണ്. സോ ഇനി ഞാൻ പറഞ്ഞതുപോലെ ഈസ്ട്രോജൻ റിലീസ് ചെയ്യുന്നു ആൻഡ് റെഗുലേറ്റ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ലൈക്ക് ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ആൻഡ് യൂട്രൈൻ ലൈനിങ് ഒക്കെ ഇച്ചിരി കൂടെ കട്ടിയാകും എന്നുള്ളതാണ് കാര്യം. ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി എപ്പോഴും യൂട്രസ് തയ്യാറായിക്കൊണ്ടേയിരിക്കും, ഓരോ 28 ദിവസം കൂടുമ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ യൂട്രസിനെ പറ്റി പറയുവാണെങ്കിൽ വൂമ്പ് നമുക്ക് പിയർ ഷേപ്പാണ്, ഹോളോ ആണ്, മസിൽസ് ആണ്. മെൻസ്ട്രുവേഷനും പ്രഗ്നൻസിക്കും വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ലോവർ പോർഷൻ നാരോ ഭാഗത്ത് നമ്മൾ സെർവിക്സ് എന്ന് പറയാറുണ്ട്. ആൻഡ് ടോപ്പ് പോർഷൻ ഇച്ചിരി ബ്രോഡാണ്, അത് നമ്മൾ ഫണ്ടസ് എന്നാണ് പറയുന്നത്. അത്രയ്ക്കൊന്നും ആവശ്യമില്ല, ഇത് കൂടുതലും ബയോളജിക്കലാണ്, നമുക്ക് അത്രയും ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. പ്രഗ്നൻറ്റ് സമയത്ത് യൂട്രസ് എക്സ്പാൻഡ് ആവുകയും ഫീറ്റൽ ഡെവലപ്മെൻറ്റ് നടക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഫെലോപ്പിയൻ ട്യൂബാണ്, നമ്മൾ ഓവിഡക്റ്റ് എന്ന് അല്ലെങ്കിൽ യൂട്രൈൻ ട്യൂബ് എന്ന് പറയും. സോ ഓരോ ട്യൂബും ഓവറിയും യൂട്രസുമായി കണക്റ്റഡ് ആണെന്നുള്ളതാണ്. അവിടെയാണ് ഫെലോപ്പിയൻ ട്യൂബിലൂടെ നമുക്ക് നമ്മുടെ ഓവം വന്നിട്ട് യൂട്രസിൽ വന്നതിന് ശേഷം ഫെർട്ടിലൈസേഷൻ നടക്കുക. അവിടെ എഗ്ഗും സ്പേമും കൂടെ നടക്കും, ഫെർട്ടിലൈസ് നടന്നുകൊണ്ട് 3 to 7 days ആണ് ഈ എഗ്ഗ് ട്രാവൽ ചെയ്ത് വരിക കേട്ടോ. ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന് യൂട്രസിലേക്ക് ട്രാവൽ ചെയ്ത് വരിക. സോ അപ്രോക്സിമേറ്റ് 1 week എടുക്കും അത് ട്രാവൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഹോളോ പൊസിഷനകത്തായിരിക്കും ഓവോ ഉണ്ടായിരിക്കുക. സോ ഈ അതിനിടയ്ക്ക് സ്പേം വരും, സ്പേം വന്ന് ഓവോ ആയിട്ട് അവിടെ ഫ്യൂസായി സൈഗോട്ടായി മാറിയിട്ട് ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് ഒരു ഭാഗത്ത് വന്നിരിക്കുകയും പിന്നെ അത് യൂട്രസിൽ വന്നിരുന്ന് അറ്റാച്ച് ആയതിനു ശേഷം പിന്നെ പ്രഗ്നൻസിക്ക് ലീഡ് ആവുകയാണ് ചെയ്യുന്നത്. വജൈന. സോ വജൈന എന്ന് വെച്ചാൽ മെൻസ്ട്രുവേഷൻ ഫ്ലോ വരിക, പിന്നെ ചൈൽഡ് ബർത്തിൻ്റെ കനാലാണ്. ആൻഡ് എൻട്രി പോയിൻറ്റ് ഫോർ ദ പെനിസ് ഡ്യൂറിങ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. പിന്നെ സ്പേമിന് യൂട്രസുമായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വജൈന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ വജൈനൽ ഓപ്പണിംഗ് ലൈസ് ബിറ്റ്വീൻ ദ യൂട്രൽ ഓപ്പണിംഗ്, അല്ലെങ്കിൽ യൂറിൻ പാസേജും വജൈനൽ ഓപ്പണിങ്ങും ഒരുമിച്ചാണ് ലൈ ചെയ്യുന്നത്. ആൻഡ് ദ ആനസ്. സോ ദ ക്ലിറ്റോറിസ് ലൊക്കേറ്റ് നിയർ ദ ടോപ്പ് ഓഫ് വൾവ ഇൻ എ സെൻസിറ്റീവ് ഓർഗൻ റെസ്പോൺസിബിൾ ഫോർ സെക്ഷൽ പ്ലഷർ. സോ ക്ലിറ്റോറിസ് ഉണ്ട്, ഇവിടെയാണ് സെക്ഷൽ പ്ലഷർ കിട്ടുന്നത്. ആൻഡ് ഹൈമൻ ഉണ്ട്, അത് വജൈനൽ എൻട്രൻസ് ആണ്, ഒരു തിൻ മെംബ്രെയിൻ ആണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഹൈമൻ പൊട്ടിക്കഴിഞ്ഞാൽ അവൾ കന്യകയല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് ഇൻ്റർകോഴ്സിൽ ബ്ലഡ് കാണണം, ഇല്ലെങ്കിൽ അവർ വേർജിൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ അതൊക്കെ മാറി, ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഒരു കുട്ടി ചാടിയാലോ ഓടിയാലോ സ്പോർട്സ് ആക്ടിവിറ്റിയിലോ വിഗറസ് ആക്ടിവിറ്റിയിൽ പോലും പങ്കെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഹൈമൻ പൊട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വജൈനൽ ഓപ്പണിംഗ് ലൈസ് ബിറ്റ്വീൻ യൂട്രൽ ഓപ്പണിംഗ് ആൻഡ് ആനസ് ആണ്. അപ്പം മൂന്നും ഇൻ്റർലിങ്ക്ഡ് ആണ്. ക്ലിറ്റോറിസ് ഉണ്ട് ആൻഡ് ഹൈമൻ ഉണ്ട്. സോ വിസിബിൾ ചേഞ്ച് ഡ്യൂറിങ് അഡോളസെൻസ് ആണ്. സോ ഞാൻ പറഞ്ഞതുപോലെ ഹോർമോണൽസും ഫിസിക്കൽ ചേഞ്ചും ഒക്കെ ഒരുപാട് മാറ്റം ഉണ്ടാകും. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഗേൾസിൽ ഹൈറ്റ് വെക്കാറുണ്ട്, 10 and 14 ഏജിൽ ഭയങ്കരമായിട്ട് ഹൈറ്റ് വെക്കും. ആൻഡ് ഗേൾസും ബോയ്സിൽ നോക്കുവാണെങ്കിൽ ഗേൾസിന് കുറച്ച് വളർച്ച കൂടുതലാണ് കേട്ടോ ബോയ്സിനേക്കാളും. ആൻഡ് പെൽവിക്ക് കൂടുതൽ ബോർഡർ ആവുക. കാര്യം ചൈൽഡ് ബർത്തിന് വേണ്ടിയിട്ട് എപ്പോഴും പെൽവിസ് എപ്പോഴും എന്തെങ്കിലും ബോർഡർ ആവണം, സ്പേസ് വേണം. സോ ഏജ് 16 മുതൽ 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ സ്ലോ ചെയ്ത് ഗ്രോത്ത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ ഉള്ളത് ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. സോ ഇവിടെയാണ് പ്യൂബർട്ടിയുടെ സൈന് കാണിച്ചു തുടങ്ങുക. സ്റ്റാർട്ട് വിത്ത് ബ്രസ്റ്റ് ബട്ട് സ്മോൾ ലംപ് അണ്ടർ ദ നിപ്പിൾസ്. സോ ബ്രസ്റ്റിന് അടിയിൽ ചെറിയ ലംബൊക്കെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഫാറ്റ് അക്യുമുലേഷൻ ആണ്. കാര്യം മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ, അപ്പോൾ ഗ്ലാൻസ് ഒക്കെ ഫോം ചെയ്യുന്നതാണ്. നിപ്പിൾസിൻ്റെ ഏരിയയൊക്കെ ചില ഡാർക്കൻ സ്കിന്നൊക്കെ ആവുകയും അങ്ങനെ കൂടുതൽ പ്രോമിനൻ്റ് ആകും. അത് നിപ്പിൾസ് കുറച്ച് പുറത്തേക്ക് പ്രോമിനൻ്റ് ആവുകയും അങ്ങനെ ഓരോരുത്തർക്കും ഒരു രീതിയിലാണ്, എല്ലാ പേർക്കും ഒരുപോലെ ആകണമെന്ന് ഒരു നിർബന്ധം ഇല്ല എന്നുള്ളതാണ്. ഹെയർ ഗ്രോത്ത് ആണെങ്കിൽ പ്യൂബിക് ഹെയർ ഞാൻ പറഞ്ഞതുപോലെ ഗ്രോ ഇൻ ട്രയാങ്കുലർ പാറ്റേൺ എബൌട്ട് ദ വൾവ. എപ്പോഴും ട്രയാങ്കുലർ പാറ്റേണിലായിരിക്കും എന്ത് ചെയ്യുക, ഹെയർ സ്ത്രീകളിൽ വളരുക. ആമിൽ അല്ലെങ്കിൽ ആം പിറ്റിലൊക്കെ നമുക്ക് ഒരുപാട് നിപ്പിൾസിൻ്റെ റൗണ്ടിലൊക്കെ നമുക്ക് ഹെയർ കാണാൻ പറ്റും. സോ തിക്കനായിരിക്കും, ഡാർക്കനായിരിക്കും. സ്കാൽപ്പിനെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ സ്കാൽപ്പിനേക്കാളും തിക്കനും ഭയങ്കര ഡാർക്കറും ആയിരിക്കും. ബോഡി ഓർഡർ ഞാൻ പറഞ്ഞതുപോലെ അപ്പോക്രിൻ ഗ്ലാൻസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് അട്രാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ബോഡി ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സ്ട്രോങ് ബോഡി ഓർഡർ ആയിരിക്കും, സ്വെറ്റ് അത്രയും ഉണ്ടാവുന്നതുകൊണ്ടാണ്. സോ ആ പേഴ്സണൽ ഹൈജീനും റെഗുലർ ബാത്തിങ്ങും ഡിയോഡ്രൻസും ഉപയോഗിക്കേണ്ടതൊക്കെ ഈ ഒരു പ്രായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായമാകുമ്പം ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റും യൂസും പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇനി സ്കിൻ ചേഞ്ച് ആൻഡ് പിമ്പിൾസ്, ഞാൻ പറഞ്ഞതുപോലെ സെബേഷ്യസ് ഓയിൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ കൂടുതൽ ആക്നെയൊക്കെ ഫോം ചെയ്യുകയും അങ്ങനെ ഫേസും ബാക്കും ചെസ്റ്റിലും ഒക്കെ ഒരുപാട് കാണും. ഇതൊക്കെ ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്ന മെൻസ്ട്രേഷൻ പീരീഡ് ആണ്. മെൻസ്ട്രേഷൻ സൈക്കിൾ 9 to 16 സ്റ്റാർട്ട് ചെയ്യും, എല്ലാവർക്കും അറിയുന്നത് പോലെ. സോ ഇമോഷണലി ബയോളജിക്കൽ മെച്യൂരിറ്റി ഒക്കെ ആ സമയത്ത് ഒരുപാട് ലാഗ് ഉണ്ടാകാം, ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരിക്കാം. ഓരോ ഇൻഡിവിജ്വലിനും ഓരോ രീതിയിലാണ്. ഓക്കെ, അപ്പം ചിലത് മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ റെഗുലർ പീരീഡ്സുകൾ ഉണ്ടായിരിക്കും. സോ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മെൻസ്ട്രേഷൻ ഫേസ്, ഫോളിക്കുലർ ഫേസ്, ഓവലേഷൻ, ല്യൂട്ടിൽ ഫേസ്. ഇത് കാണാതെ പഠിക്കണം. മെൻസ്ട്രേഷൻ ഫേസ് ആണ് ബ്ലീഡിംഗ് എന്ന് പറയാം. ഫോളിക്കുലർ ഫേസ് ആണെങ്കിൽ എഗ് മെച്ചുറേഷൻ, ഓവലേഷൻ ആണെങ്കിൽ എഗ് റിലീസ് ആവുന്നു, ല്യൂട്ടിലാണെങ്കിൽ പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ആവുന്നു. സോ ഇമോഷണൽ ആൻഡ് സെക്ഷൽ അവെയർനെസ്, ഈ സമയത്താണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിൻ്റെയും വളരെ അളവ് കൂടുതലായിരിക്കും. സോ സെൻസിറ്റിവിറ്റി, മൂഡ് സ്വിങ്സ്, സെക്ഷൽ അവെയർനെസ് ഒക്കെ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും സെക്ഷൽ ക്യൂരിയോസിറ്റിയും ഫാൻറ്റസിയും ഒക്കെ ഉണ്ടായിരിക്കും. സോ ഇൻറ്റിമസി വേണം, റൊമാൻറ്റിക് ആകണം, ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ ഡെവലപ്പ്. ഇവിടെ ഒരു ഹെൽത്തി ഗൈഡൻസ് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം സേഫ് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, സെൽഫ് റെസ്പെക്റ്റ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്രായത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന കോഗ്നേറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. സോ നമുക്ക് ഡെവലപ്മെൻറ്റിൽ, അതായത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റുകൾ ഇത്രയേ ഉള്ളൂ. സോ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൽ മിക്കവാറും ചോദിക്കുക അഡോളസെൻസിൻ്റെ ഏതൊക്കെ സ്റ്റേജാണ് വരുന്നത്, എങ്ങനെയാണ്, മിക്കവാറും അങ്ങനെയും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക കേട്ടോ. സോ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുറേ അറിയാം എന്താണ് കോഗ്നേഷൻ എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ അതായത് പെർസെപ്ഷൻ, ട്രാൻസ്ഫോർമേഷൻ, സ്റ്റോറേജ് അല്ലെങ്കിൽ സെൻസറി ഇൻപുട്ടും ആയിട്ട് ഇൻവോൾവ്ഡ് ആണ്. സോ എന്താണ് കോഗ്നേറ്റീവ് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തിങ്കിങ്, മെമ്മറി, ലേണിംഗ്, ലാംഗ്വേജ്, പ്രോബ്ലം സോൾവിങ്, വിഷ്വൽ പ്രോസസ്സിങ്, ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പല കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയങ്ങളിൽ കോഗ്നേറ്റീവ് സൈക്കോളജി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ഈ ഒരു അഡോളസൻസ് പീരീഡിൽ തന്നെ നമുക്ക് കോഗ്നേഷൻ എന്ന് പറയുന്നത് കൂടി നിൽക്കാം, കുറഞ്ഞു നിൽക്കാം. പറയാൻ പോകുന്ന ഡിസ്റ്റിങ് ഫീച്ചർ ഓഫ് കോഗ്നേറ്റീവ് സൈക്കോളജിയാണ്. ഇവിടെ നമുക്ക് ചില കാര്യങ്ങളിൽ റിജക്ഷനും ചില കാര്യങ്ങളിൽ അക്സെപ്റ്റൻസും വരും. അതായത് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഇൻട്രോസ്പെക്ഷൻ, സിംബോളിസം, ഈ അൺലൈക്ക് ഫ്രോഡ്സ് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് അല്ലേ, അതിൻ്റെയൊക്കെ റിജക്ഷൻ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല ഇൻറ്റേർണൽ മെൻ്റൽ സ്റ്റേറ്റിൻ്റെ അക്നോളജ്മെൻറ്റ്, അത് ബിലീവ്, ഡിസയർ, മോട്ടിവേഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് അഡോളസെൻസിൻ്റെ റാപ്പിഡ് ഡെവലപ്മെൻറ്റ്, അതായത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെ ചിന്തിക്കുന്നു, ഏത് രീതി ചിന്തിക്കുമായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നൊരു ഫീൽഡാണ് കോഗ്നേഷൻ. സോ നമുക്ക് കോഗ്നേഷൻ എന്താണ്, എല്ലാ കാര്യങ്ങളും ഇൻട്രൊഡക്ഷൻ അറിയാം. ഇതൊക്കെ ഇൻട്രൊഡക്ഷനാണ്, നിങ്ങളത് വായിച്ചു നോക്കാം. സോ ഇനിയാണ് നമുക്ക് ഓരോ ഏജിലും എങ്ങനെയാണ് ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. സോ ഏർലി അഡോളസെൻസിലാണെങ്കിൽ 11 മുതൽ 13 വയസ്സ് വരെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതാണ്. ലോജിക്കൽ, അക്കാഡമിക് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. പിന്നെ സ്പോർട്സ്, അപ്പിയറൻസ്, ഗ്രൂപ്പ് ഇൻക്ലൂഷൻ, പിന്നെ പാരൻ്റൽ റോൾസും ഒക്കെ ആയിട്ട് എക്സ്ട്രാ ഒപ്പീനിയൻ. അതായത് ഇപ്പം നമ്മൾ പറയുകയാണ് അവിടെ പോകരുതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ പോയാൽ കുഴപ്പം, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ലേ. ആ ഒരു ഏജാണ് ഈ ഒരു എയർലി അഡോളസെൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ ഹോമും സ്കൂളിലും പേഴ്സണൽ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവുന്നതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഓരോ ഏജിലും ഓരോ കുട്ടി എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ പോയിൻറ്റ്സ് എഴുതാം, അതൊന്നും വലിയൊരു പ്രശ്നമല്ല. പക്ഷേ ഇത്രയും ബേസിക് പോയിൻറ്റ്സ് വേണം കേട്ടോ. മിഡിൽ അഡോളസെൻസ് ആണെങ്കിൽ 14 to 17 ഏജാണ്. തിങ്കിങ് എക്സ്പാൻസ് ടു ഫിലോസഫിക്കൽ ആൻഡ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ടോപ്പിക്സ്. അതായത് കൂടുതലായിട്ട് ഫിലോസഫിയൊക്കെ പറയുകയും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്ക് ഇങ്ങനെയാകണം എപ്പോഴും നമ്മൾ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്തില്ല, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു പ്രായമില്ലേ. പിന്നെ പേഴ്സണൽ എത്തിക്സ് ഫോം ചെയ്യുക, ഒരു ഫ്യൂച്ചർ ഗോൾസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതൊക്കെ കണ്ടു തുടങ്ങുന്ന പ്രായമാണ്. ലോങ് ടേം തിങ്കിങ് ഒക്കെ ഒരുപാട് അവരെ ബാധിക്കും. പിന്നെ റിലേഷൻഷിപ്പൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നൊരു ഏജാണ് 14 to 17 ഇയേഴ്സ്. അത് സ്വന്തമായിട്ടൊരു കണ്ടുപിടുത്തം നടക്കുന്നൊരു പ്രായമാണ്. അവരെന്താണ്, എങ്ങനെയാണ്, ആരാവണം എന്നൊക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലേറ്റ് അഡോളസെൻസ് ആണ്, 18 to 21 ഇയേഴ്സ് ആണ്. സോ തിങ്കിങ് ബിക്കം ലെസ് സെൽഫ് സെൻറ്റേർഡ്. സോ
ആലോചന എന്നൊക്കെ പറഞ്ഞ് സെൽഫ് സെൻറ്റേർഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ ജസ്റ്റിസ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, കരിയർ ഡിസിഷനൊക്കെ ഉണ്ടാകുന്ന ഒരു ഏജാണ്. അവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ വരും. പക്ഷെ അവർക്ക് ഗൈഡൻസിൻ്റെ ആവശ്യമാണ്. വെറുതെ നമുക്കൊരു ഐഡിയ കൊടുക്കാൻ പറ്റില്ല, അവർക്ക് നല്ലൊരു ഗൈഡൻസിൻ്റെ ആവശ്യം കൂടെ വരും എന്നുള്ളതാണ്. സോ ഐഡിയലിസം, ഡിബേറ്റിംഗ് ടെൻഡൻസി ഒക്കെ കൂടുതലുണ്ടായിരിക്കും. സോ പാറ്റേൺ ഓഫ് കോഗ്നിഷൻ ഗ്രോത്ത് വെച്ചാൽ ചിൽഡ്രൻ ആണെങ്കിൽ റിയലിസമാണ്, എന്താണ് ഒരു കാണുന്നത് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക. പ്രീ അഡോളസൻസ് ആണെങ്കിലോ ഡിഫറെൻറ്റ് റിയലിസം, അവർ കുറച്ചൊക്കെ അവരുടെ ഒപ്പീനിയൻസ് പറഞ്ഞു കൊടുക്കും. അഡോളസൻസ് ആകുമ്പോഴത്തേക്കും എൻറ്റയർലി മാറും, ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അതുമാത്രമല്ല സപ്പോർട്ടീവ് റീസൺസ്, അവർക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് റിജക്റ്റ് ഒക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം, അത് അവർക്ക് ഓക്കെ അല്ലെങ്കിൽ അവരത് അപ്പോൾ തന്നെ നോ പറയുന്നൊരു ഏജിലേക്ക് അഡോളസൻസ് മാറുവാണ് ബേസിക്കായിട്ട് ചെയ്യുന്നത്. സോ ഇത് പിയാജറ്റ് തിയറി ഓഫ് അപ്രോച്ചാണ്. സോ ഡെവലപ്പ് ബൈ ജീൻ പിയാജറ്റ്. നമ്മളിത് സംസാരിച്ചിട്ടുണ്ട്, പിയാജറ്റിൻ്റെ തിയറി നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ എങ്ങനെയാണ് എന്നാണ് ജസ്റ്റ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ഡെവലപ്പ് ബൈ ജീൻ പിയാജറ്റ് ആണ്. ആക്റ്റീവ് ലേണിംഗ് സ്കീമ ഇതൊക്കെയാണ് കൂടുതലും എംഫസൈസ് ചെയ്ത്. ലാംഗ്വേജ് എങ്ങനെ കോഗ്നിഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു, യൂണിവേഴ്സൽ സീക്വൻഷ്യൽ സ്റ്റേജിലൊക്കെ എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊപ്പോസൽസ് കൂടുതലും കൊണ്ടുവന്ന് പിയാജറ്റാണ് കേട്ടോ. ഇവിടെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years. അവിടെ ഇൻ്റലിജൻസ് വിയ മോട്ടോർ ആക്ഷൻ, നോ യൂസ് ഓഫ് സിമ്പിൾസോ കാര്യങ്ങളോ ഉണ്ടാവില്ല, മോട്ടോർ ആക്ഷൻ വഴിയിട്ടാണ്. ലേൺ ഒബ്ജക്റ്റ് പെർമനൻസ് ആണ് അപ്രോക്സിമേറ്റ് 7 months കേട്ടോ. ആൻഡ് സിംബോളിക് അണ്ടർസ്റ്റാൻഡിങ്, ലൈക്ക് സിമ്പിൾ ലാംഗ്വേജ് അല്ലേ. നമ്മൾ ഒരു 2 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങളുടെ കൂടെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, സിമ്പിൾസുകൾ, ജസ്റ്റേഴ്സൊക്കെ കാണിക്കില്ലേ, അത് തന്നെയാണ് കാര്യം. അവർക്ക് ബുദ്ധി എന്നുള്ള സാധനം ഇല്ല, അവർക്ക് നേരിട്ട് അങ്ങ് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ അങ്ങ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരെപ്പോഴും ചിന്തിക്കുക അല്ലേ. ഈ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്, 2 to 7 years ആണ്. ഇവിടെ സിംബോളിക് തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. ഈഗോ സെൻട്രിക് ആകും, നോൺ ലോജിക്കൽ തിങ്കിങ് ഒക്കെ ഉണ്ടാവും. കനോട്ട് മെൻ്റലി റിവേഴ്സ് ആക്ഷൻ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെൻ്റലി ആക്ഷൻസ് ഒന്നും റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോൺക്രീറ്റ് ഓപ്പറേഷൻ ആണ്, 7 to 11 years ആണ്. സോ ലോജിക്കൽ തിങ്കിങ് കൂടുതൽ അപ്ലൈ ചെയ്യുന്നു. ആൻഡ് കോൺവെർസേഷൻ, മാസ്, വോളിയം, നമ്പറൊക്കെ മനസ്സിലാവുക, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്, ലൈഫ് സ്പാനിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് വലിയ എളുപ്പം ആണ് നിങ്ങൾക്ക്, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല കേട്ടോ. ആൻഡ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്, 12+ years ആണ്. അവിടെയാണ് അബ്സ്ട്രാക്റ്റ്, ഹൈപ്പോത്തറ്റിക്കൽ, ലോജിക്കൽ റീസണിങ് ഒക്കെ ഡെവലപ്പ് ആവുന്നത്. സോ പോസിബിലിറ്റിനെ പറ്റി ചിന്തിക്കുക, റിയൽ വേൾഡിനെ പറ്റി അല്ല ചിന്തിക്കുക. അതായത് അവരെപ്പോഴും ചിന്തിക്കുക ഇതെങ്ങനെ പോസിബിൾ ആക്കാം, ഇതെങ്ങനെ ചെയ്യാം. ബിസിനസ് മൈൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പ്രായത്തിലാണ്. ഈ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻറ്റിസ്റ്റ് ആവണം, ഡോക്ടർ ആവണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു ഏജും കൂടെയാണ് ഈ ഒരു ഏജ്. ആൻഡ് ഓൺലി അപ്രോക്സിമേറ്റ് 35% ഓഫ് ഹൈ സ്കൂളർ റീച്ച് ദ സ്റ്റേജ് ഫുള്ളി. സോ ഈ ഒരു ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ഫുള്ളി എത്തുന്നത് അപ്രോക്സിമേറ്റ് 35% ആണ്. സോ മേക്സ് മേജർ കോഗ്നിറ്റീവ് ട്രാൻസിഷൻ ഇൻ അഡോളസൻസ്. സോ മേജർ കോഗ്നിറ്റീവ് ട്രാൻസാക്ഷൻസ് അഡോളസൻസിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ആവുന്നത് കേട്ടോ. സോ ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഇത് നമ്മുടെ കീ ഫീച്ചേഴ്സാണ്, നമ്മൾ എന്താ പറഞ്ഞുള്ള കീ ഫീച്ചേഴ്സാണ്. ഇത് കാണാതെ പഠിക്കുക, ഇത് എക്സ്പാൻഡ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഇനി ഇൻഫർമേഷൻ പ്രോസസ്സിങ് എങ്ങനെയാണ്, എന്താ ഇൻഫർമേഷൻ പ്രോസസ്സിങ് അറിയാം അല്ലേ. നമുക്കൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മളെങ്ങനെ തിങ്ക് ചെയ്യുന്നു, എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ബേസിക്കായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ. കീ കൺസെപ്റ്റിൽ തന്നെ ഇക്യുവൊക്കേഷൻ, ഡിസിപ്പേറ്റേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ. എന്താ ഇക്യുവൊക്കേഷൻ? റിമൈനിങ് അൺസർട്ടനിറ്റി അബൌട്ട് വാട്ട് ദ സെൻഡർ മെൻറ്റ്. അതായത് ഒരു അൺസർട്ടനിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും, എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തത് എന്നുള്ളത്. ആൻഡ് ഡിസിപ്പിറ്റേഷൻ, അൺസർട്ടനിറ്റി അബൌട്ട് വാട്ട് ദ റിസീവർ ഹാസ് അണ്ടർസ്റ്റുഡ്. അതായത് നിങ്ങളൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കത് അൺസർട്ടൺ ആണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ നിൽപ്പുണ്ടെങ്കിൽ അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കി. ട്രാൻസ്ഫർമേഷൻ, എഫേർട്ട് സേവ് ത്രൂ ദി കമ്മ്യൂണിക്കേഷൻ. സോ ഞാൻ എത്രത്തോളം എഫേർട്ട് എടുത്തു കമ്മ്യൂണിക്കേഷനിലൂടെ അത് സേവ് ചെയ്യാനുള്ള എടുത്തു എന്നുള്ളതാണ്. അപ്പം ഇക്യുവൊക്കേഷൻ ഈസ് മൈനസ് ഡിസിപ്പിറ്റേഷൻ, അതാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയുവാണെങ്കിൽ നിങ്ങളതെങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, നിങ്ങൾ ആ ഇൻഫർമേഷൻസ് എങ്ങനെ ഡിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു, ഈ ഒരു കാര്യം മാത്രമേ പറയുന്നത്. സോ എങ്ങനെ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നു, ഇത് നമ്മൾ കോഗ്നിഷനിൽ ഓൾറെഡി സംസാരിച്ച കാര്യമാണ്. സോ ഇൻപുട്ട് ഫ്രം ദ എൻവയോൺമെൻറ്റ്, റിസീവ് ത്രൂ സെൻസറി രജിസ്റ്റേഴ്സ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് എടുക്കുന്നു, അത് നമ്മൾ സെൻസറി രജിസ്റ്റേഴ്സ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. ആൻഡ് അറ്റൻഷൻ, ഓൺലി സെലക്ട് സെൻസറി ഇൻപുട്ട് റീച്ച് വർക്കിംഗ് മെമ്മറി. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ വർക്കിംഗ് മെമ്മറിയിലേക്ക് പോകും ഇല്ല അല്ലേ. നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുക്കും, എടുത്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ വർക്കിംഗ് മെമ്മറിയിലേക്ക്
പോവുകയാണ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കില്ല. ഇപ്പം ഒരാൾ സംസാരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെല്ലാം ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് ആവശ്യമുള്ള നമ്മുടെ സെൻസറി എടുക്കുന്നത് മാത്രം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വർക്കിംഗ് മെമ്മറി ക്യാൻ ഹോൾഡ് 7 items എ ടൈം. സോ 3 പോസിബിൾ ആക്ഷൻ. റിഹേഴ്സൽ ടു റീറ്റേൺ, റിഹേഴ്സ് ചെയ്താൽ റീറ്റേൺ ചെയ്യാം. ട്രാൻസ്ഫർ ടു ലോങ് ടേം മെമ്മറി ആൻഡ് ഫോർഗെറ്റ്. ലോങ് ടേം മെമ്മറി ആണെങ്കിലോ സ്റ്റോർ ഇൻഫർമേഷൻ പെർമനൻ്റ്ലി, നോ ലിമിറ്റ് ഓൺ സ്റ്റോറേജ് കപ്പാസിറ്റി, റിക്വയർഡ് റിട്രൈവൽ ടു ബി യൂസ് അഗൈൻ. വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ റിട്രൈവ് ചെയ്യണം. ഇതൊക്കെ ലോങ് ടേം ഷോർട്ട് ടേം മെമ്മറി പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എല്ലാം അങ്ങനെയാണ്. ഇതെല്ലാം ലൈഫ് സ്പാനിൽ നിങ്ങൾക്ക് ഈവൻ അത് തന്നെ എഴുതിയാലും മാർക്ക് കിട്ടും. മനസ്സിലായോ? കാര്യം സെയിം തന്നെയാണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. സോ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറിയാണ്, ഇത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. സോ നമുക്കറിയാമല്ലോ, ഇൻസ്പയർഡ് ബൈ ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ 1915 കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യുമ്പം ഒരു ഹ്യൂമനൈസ്ഡ് ആകണം, അല്ലെങ്കിൽ ഹ്യൂമൻ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെയാണ് എന്നുള്ള രീതിയിലാണ് ഇത് കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. സോ ഹെർബർട്ട് സിൽമോണാണ് കീ കോൺട്രിബ്യൂട്ടഡ്. അവിടെ സൈക്കോളജിയിൽ തന്നെ ഒരുപാട് മാർക്കുകൾ നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. സോ മേക്ക് ദ ഷിഫ്റ്റ് ഫ്രം ബിഹേവിയർ ടു ഫോക്കസ് ഓൺ ഇൻറ്റേർണൽ മെൻ്റൽ പ്രോസസ്. സോ ഇൻറ്റേർണൽ മെൻ്റൽ പ്രോസസ്സ് അലോ സൈക്കോളജിസ്റ്റ് ടു സ്റ്റിമുലേറ്റ് ഹ്യൂമൻ തിങ്കിങ് യൂസിങ് കമ്പ്യൂട്ടർ. കണ്ടോ, മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് കമ്പ്യൂട്ടറുമായിട്ട് ഒരുപാട് കോറിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളതാണ്. സോ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ്, നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, അത് കമ്പ്യൂട്ടർ തിരിച്ചറിയുന്നു, അത് നമുക്ക് തിരിച്ചത് ഔട്ട്പുട്ടായിട്ട് വരുന്നു. അതുപോലെയല്ലേ നമ്മളും ചെയ്യുന്നത്. ഒരാൾ ഒരു കാര്യം ചോദിക്കുവാണ്, നമ്മൾ ബ്രെയിനിലോട്ട് കയറ്റുവാണ്, നമ്മൾ തിരിച്ചുത്തരം പറയുന്നത്. അപ്പോൾ സെൻസറി ഓർഗൻസ് ഹാർഡ്വെയർസും ലേണിംഗ് സ്ട്രാറ്റജി സോഫ്റ്റ്വെയറുമാണ്. സോ നമുക്ക് കൂടുതൽ റീഫൈൻ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഇത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലാണ്. സ്റ്റോർ മോഡൽ, സെൻസറി രജിസ്റ്റർ, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. 4 കമ്പൗണ്ടാണ്. സ്റ്റോർ മോഡൽ എന്താണ്? സോ ഇൻഫർമേഷൻ പാസ് ത്രൂ സെൻസറി രജിസ്റ്റർ, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. സെൻസറി രജിസ്റ്റർ ആണെങ്കിലോ റിസീവ് ആൻഡ് ബ്രീഫ്ലി ഹോൾഡ് ഇൻകമിംഗ് സ്റ്റിമുലൈ. ആൻഡ് ഷോർട്ട് ടേം മെമ്മറി ആണെങ്കിലോ ടെമ്പററി ഹോൾഡ് ഇൻഫർമേഷൻ, ഡിസിഷൻ പോയിന്റ് ഫോർ ഫർദർ ആക്ഷൻ. ലോങ് ടേം മെമ്മറി ആണെങ്കിലോ സ്റ്റോർസ് ഇൻഫർമേഷൻ പെർമനൻ്റ്ലി. സോ നമ്മൾ പറഞ്ഞ കാര്യമാണ്, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഇല്ല. സോ 4 കോർ ബിലീവ്സ് ഉണ്ട്. തിങ്കിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മളിതും അറിയാം. എന്താണ്? പെർസീവിങ്, എൻകോഡിങ്, സ്റ്റോറിങ്, റിട്രൈവൽ, റെസ്പോണ്ടിങ്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഈ തിങ്കിങ്ങിന് പഠിച്ചത്. നമ്മളിത് കോഗ്നേഷനിൽ പഠിച്ച കാര്യമാണ്. സോ കോഗ്നേറ്റീവ് ചേഞ്ചസ് മെക്കാനിസം എങ്ങനെയാണ്? എൻകോഡിങ്, സ്ട്രാറ്റജി കൺസ്ട്രക്ഷൻ, ഓട്ടോമാറ്റൈസേഷൻ, ജനറലൈസേഷൻ. ഇതും നമ്മൾ പഠിച്ച കാര്യമാണ്. സെൽഫ് മോഡിഫിക്കേഷൻ. സോ കുട്ടികൾ എപ്പോഴും പഠിക്കാൻ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ എപ്പോഴും താല്പര്യപ്പെട്ടുകൊണ്ടേയിരിക്കാറുണ്ട്. അവരെപ്പോഴും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴും അത് അവർ ക്യൂരിയസ് ആയിരിക്കും. സോ സക്സസ് ഡിപ്പെൻഡ് ഓൺ ടാസ്ക് കോംപ്ലക്സിറ്റി ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ലെവൽ. സോ എത്രത്തോളം ടാസ്കിന് കോംപ്ലക്സിറ്റി ഉണ്ട് എന്നുള്ളതനുസരിച്ചാണ് സക്സസ് പറയുക. ഇപ്പോൾ 1 വയസ്സായ കുട്ടിക്ക് 10 വയസ്സിനുള്ള ഒരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി ചെയ്യില്ല. പക്ഷേ ആ ഒരു ഏജിന് പ്രകാരമുള്ളത് വേണം നമ്മൾ കൊടുക്കാനായിട്ട് വേണ്ടത്, അല്ലേ? സോ സിമ്പിൾ ടാസ്ക് ആണെങ്കിൽ പെട്ടെന്ന് സക്സസ് ആവുകയും കോംപ്ലക്സും മിസ്ലീഡിങ്ങും ആണെങ്കിൽ കൺഫ്യൂഷനോ ഫെയിലിയറോ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഈ സ്കൂൾ പെർഫോമൻസ് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. സ്കൂൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ബിക്കോസ് പൂവർ സ്കൂളിംഗ് ആണെങ്കിൽ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഫാമിലി ഒരു പിയർ ഇഷ്യൂ ഉണ്ടാകും, പൂവർ സ്റ്റഡി ഹാബിറ്റ്, വർക്ക് ഡിസിപ്ലിൻ ഉണ്ടാകുക, ഇമോഷണൽ ബിഹേവിയർ ഡിസോർഡർ ഉണ്ടാവുക, ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ സ്കൂളിംഗ് ആണ് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അത് അവരെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അവിടെയാണ് ADHD നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളത് വായിക്കുക. ADHD ഒക്കെ നമ്മൾ പ്രീവിയസ് ടോപ്പിക്സിലൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. സോ സ്ട്രാറ്റജി സപ്പോർട്ട് എങ്ങനെയാണ്? ടീച്ചർ കൗൺസിലിംഗ്, അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാം, പാരൻ്റ് ഇൻവോൾവ്മെൻറ്റ് കൂടുതലായിട്ട് വേണം. ആൻഡ് കരിക്കുലത്തിലൊക്കെ ചില സമയത്ത് നമുക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചില കരിക്കുലത്തിലൊക്കെ അവർക്ക് അത് എക്സ്ട്രാ പോയിൻ്റാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്യൂരിക്കുലർ അഡ്രസ്സിങ് മൾട്ടിപ്പിൾ ഏരിയ, അക്കാഡമിക്, സോഷ്യൽ, കരിയർ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ കൗൺസിലിംഗ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരും. കൾച്ചർ സെൻസിറ്റിവിറ്റി, അവയർനെസ്, അഡ്വക്കസി. എപ്പോഴും കുട്ടികൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ അഡ്വക്കേസ് ചെയ്യണം. അവിടെ അത് കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, നല്ലതായിരിക്കും. അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഉപദേശം തന്നെക്കാൾ മോറൽ ഓവർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു സിമ്പിൾ 2 ചാപ്റ്റേഴ്സ് ആണ്, ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ട്, നിങ്ങളെങ്ങനെ വളർന്നു നിങ്ങൾക്ക് അറിയാമെങ്കിൽ എളുപ്പം പഠിക്കാം. ഉറപ്പാണ് ഈ ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.